ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ അൽവത്തുബയിൽ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. നാഷണൽ ഡേൻ്റെ ഫസ്റ്റിലത്തെ ലീവ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാന്ന്. ഈ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു മിനി വേർഷൻ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. കുറേ പവലിയൻസ് ഒക്കെ ഉണ്ടാവും ഓരോ രാജ്യത്തിൻ്റെ ഒക്കെ. അപ്പം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം ഗൈസ്. ഈ മുമ്പിൽ കാണുന്ന എല്ലാ വണ്ടികളും അൽവത്തുബയിലേക്ക് ഉള്ളതാട്ടോ. അവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഔട്ട്ഡോർ പോയിട്ട് ടെൻറ്റ് ഇട്ടിട്ട് ഫുഡും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടി പാർക്കെല്ലാം ചെയ്ത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഷട്ടിൽ സർവീസൊക്കെ അവിടെ അവൈലബിൾ ആണ്. 5 ദിർഹംസ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കിട്ടും. നമ്മളിപ്പോൾ അൽവത്തുബൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ സ്ഥലത്ത് ബാർകോഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴിയാണ് ടിക്കറ്റ് എടുത്തത്. കാരണം നമ്മൾ ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഭയങ്കര തിരക്കാണ്, കുറേ ആൾക്കാരുണ്ട്. നാഷണൽ ഡേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. നാട്ടിലെ ഉത്സവത്തിനൊക്കെ ഉള്ള പോലെ കുറേ ആൾക്കാർ ബലൂൺസൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഒരു ജോക്കറിനെ കണ്ടത്. പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും സീനുണ്ടോ അവിടെ, എന്തൊക്കെ റൂൾസും അങ്ങനത്തെ ഒക്കെ പറയുന്നത് കേട്ടു. പക്ഷേ വെള്ളം കൊണ്ടുള്ള ഓരോ പാറ്റേൺസ് ഒക്കെയാണ് കാണുന്നത്. ഫസ്റ്റ് പവലിയൻ വരുന്നത് ഗൾഫ് കൺട്രീസിൻ്റെ ആണ്. ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കൺട്രി അങ്ങനെ ഇല്ല. നമ്മൾ സിറിയലത്തെ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യാണ്. നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് തന്നതാണ്. നമ്മളൊന്ന് കുടിച്ചോക്കട്ടെ. ഇതാണ് സംഭവം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു സ്ട്രോബെറിന്റെ നമ്മളെ മരുന്നുണ്ടാവില്ല, കൊരന്റെ മരുന്ന്, അതിന്റെ ടേസ്റ്റ് നമ്മൾ ആ ആളെ കാണിച്ചു തരാം. കൺട്രീസിൻ്റെ പവലിയനിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ലേനു. മെയിനായിട്ട് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്, ജ്വല്ലേഴ്സ് അതൊക്കെ തന്നെ അതിനുള്ളത്. അടുത്തത് ഞങ്ങൾ സിറിയയിലാണ് കയറിയത്. അവിടെ ഇതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് അതൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഉള്ളത് നമ്മളെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ്റെ അടുത്താണ്. പാകിസ്ഥാൻ്റെ ഫ്രണ്ടിലുള്ളത്. പേരിന് പറയെങ്കിലും നമ്മൾ കുറേ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശത്രുക്കളായി. പക്ഷേ നല്ല ആൾക്കാരും ഉണ്ട് അവിടെ. എല്ലാ രാജ്യം പോലെ നല്ല ആൾക്കാരും അവിടെ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകണം. അവിടെ എന്തൊക്കെ ഉള്ളത് നോക്കാം. പാകിസ്ഥാൻ പവലിയനിൽ മെയിനായിട്ടുള്ളത് വിൻ്റർ ക്ലോത്ത്സ് ആയിരുന്നു. ഇത് ലാറ്റിൻ അമേരിക്കൻ പവലിയനാണ്. അതായത് കൊളംബിയയും പെറും പാടെ കൂടിയിട്ടുള്ളതാണ്. അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോരോ ഐറ്റംസ് ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിലുള്ള പെണ്ണുങ്ങൾ ഒരുങ്ങി നിൽക്കുന്നതാണ് നിങ്ങൾ കയറുന്ന സമയത്ത് കണ്ടത്. നമ്മളെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്കാണ് കയറാൻ പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളല്ല, വേറെ എന്താ നോക്കാം.
ചൈനേൻ്റെ പവലിയനായിരുന്നു. അവിടെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ കുറേ ഗെയിംസും കുറേ ഫുഡും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നാഷണൽ ഡേനനുബന്ധിച്ച് അവിടെ കുറേ VIPs എല്ലാം വരുന്നുണ്ട്. ലുക്കൈമത്ത് കഴിക്കാൻ പോയി. നല്ല ക്യൂ ഉണ്ടായിന്. അപ്പോൾ ക്യൂ എല്ലാം നിന്ന് ഞങ്ങൾ ലുക്കൈമത്ത് വാങ്ങി. അവസാനം നമ്മളവിടെ മെയിൻ സ്റ്റേജിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ പരിപാടി എന്തുണ്ടായിരുന്നു. അവർ ഈ നാഷണൽ ഡേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഭയങ്കര അടിപൊളിയായിട്ട് പരിപാടിയായിരുന്നു. കുറേ പാട്ടും കാര്യങ്ങളും ദഫ്മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പവലിയൻസിലും കയറി. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. കുറേ പവലിയൻസിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വേറെ വീഡിയോസ് ആയിട്ട് വരാം. അപ്പം ബൈ ബൈ.